Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 കീം എക്സാമിനേഷൻ എഴുതി എഞ്ചിനീയറിംഗിനും ഫാർമസി കോഴ്സിനും അഡ്മിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ കീമിൻ്റെ വെബ്സൈറ്റിലൂടെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ ckerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓഗസ്റ്റ് 5 വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുന്നു. നാം പഠിച്ച് പരീക്ഷകൾ എഴുതി മാർക്ക് സ്കോർ ചെയ്തതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, കേരളം മുഴുവനുള്ള എഞ്ചിനീയറിംഗിൻ്റെ സീറ്റുകൾ, അത് ഗവൺമെൻറ് സെക്ടർ ആകട്ടെ, ഗവൺമെൻറ് കൺട്രോൾഡ് ക്യാമ്പസുകളാവട്ടെ, സെൽഫ് ഫിനാൻസിങ് സെക്ടറുകളാകട്ടെ, മുഴുവൻ ക്യാമ്പസുകളുടെയും സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഈ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയാണ്. ഈ കൗൺസിലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 5 മുമ്പായി ഓപ്ഷൻ രജിസ്ട്രേഷൻ കൃത്യമായി നൽകണം. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുക എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് കമ്മീഷനുടെ മുമ്പിലേക്ക് ഒരു വിദ്യാർത്ഥി ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്യാമ്പസുകളും കോഴ്സുകളും നാം ചോദിക്കുക. ഏത് ക്യാമ്പസിലാണോ കോഴ്സിനാണോ സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് നൽകുക എന്നുള്ള പ്രോസസ്സിംഗ് ആണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാം എൻട്രൻസ് കമ്മീഷനോട് ചോദിക്കുമ്പോൾ നാം മോശം ക്യാമ്പസും കോഴ്സും അല്ല ചോദിക്കേണ്ടത്. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല ചോദിക്കേണ്ടത്. ഏറ്റവും ബെസ്റ്റായ ക്യാമ്പസും കോഴ്സും നാം കൃത്യമായി ചോദിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമ്മെ കൺസിഡർ ചെയ്യുകയുള്ളൂ, നമുക്ക് നൽകുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അൺലിമിറ്റഡായി നമുക്ക് കോഴ്സും ക്യാമ്പസുകളും നമുക്ക് അവിടെ എൻട്രി ചെയ്യാം. പക്ഷേ നാം എൻട്രി ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് 1, 2, 3 എന്നുള്ള പ്രയോറിറ്റി അനുസരിച്ച് തന്നെ ആയിരിക്കണം. അവിടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എഞ്ചിനീയറിംഗും ഫാർമസി കോഴ്സുകളും മിക്സ് ചെയ്ത് കൊടുക്കാം. ഗവൺമെൻറ് സീറ്റുകളും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റുകളും മിക്സ് ചെയ്ത് കൊടുക്കാം. നാം കൊടുത്തിരിക്കുന്ന ഓർഡറിൽ മാത്രമാണ് എൻട്രൻസ് കമ്മീഷണർ ചെക്ക് ചെയ്യുക. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് 5-ാം തീയതി വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും ക്യാമ്പസുകളും കോഴ്സുകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് 1, 2, 3 എന്നുള്ള ഓർഡറിൽ ഓപ്ഷൻ ഫില്ല് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഓപ്ഷൻ എൻട്രി ചെയ്യണമെങ്കിൽ എൻട്രി ഫീസ് അടയ്ക്കണം. 2000 റുപ്പീസാണ് കോമൺലി ഫീസ് വരിക. അതിൽ റിസർവേഷൻ വരുന്ന കാറ്റഗറി സ്റ്റുഡൻസിന് 500 റുപ്പീസാണ് ഫീസ് വരുന്നത്. ഇനി ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നാം അടയ്ക്കുന്ന ഫീസിലേക്ക് ഈ 2000 റുപ്പീസ് കൺസിഡർ ചെയ്യും. ഒരു അലോട്ട്മെൻറ്റിലും നമുക്ക് ക്യാമ്പസോ കോഴ്സോ ലഭിച്ചില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അടയ്ക്കുന്ന ഫീസ് 2000 റുപ്പീസ് നമുക്ക് റീഫണ്ട് ലഭിക്കും. റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 500 റുപ്പീസാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ്. ആ ഫീസ് നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചാൽ, റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ 500 റുപ്പീസ് കോഷൻ ഡിപ്പോസിറ്റിലേക്ക് കൺസിഡർ ചെയ്യും. അപ്പം നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ ഫീസുണ്ട്, അത് പക്ഷെ നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഫീസായോ കോഷൻ ഡിപ്പോസിറ്റായോ അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ അത് റീഫണ്ടായോ നമ്മുടെ കയ്യിലേക്ക് എത്തും. ഈ കൃത്യമായി ഓപ്ഷൻ രജിസ്ട്രേഷന് പങ്കെടുത്തിരിക്കണം, അതാണ് ഏറ്റവും പ്രാധാന്യം. ഓഗസ്റ്റ് 5 വരെയാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാനുള്ള ടൈം. അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്നും 7th ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള, നാം എൻട്രി ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സും ക്യാമ്പസും ഏതാണെന്നുള്ളതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഓർഡറുകൾ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം ആ 7th വരെയാണ് അതിനുള്ള സമയമുള്ളത്. അതിനുശേഷം 8th ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. 8th ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഏത് ക്യാമ്പസ് ഏത് കോഴ്സാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് 8th മുതൽ 12th വരെ നമുക്ക് ആ മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന ഫീസ് എത്രയാണോ അത് നമുക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കണം. അത് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി അടയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായി നമുക്ക് പേ ചെയ്യാം. ഇങ്ങനെ പേ ചെയ്യുന്ന, റെമിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യുക. ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നാം ക്യാമ്പസിൽ പോയി അഡ്മിഷൻ എടുക്കണ്ട. എഞ്ചിനീയറിങ്ങോ ഫാർമസിയോ അത് ഗവൺമെൻറ് സെക്ടറോ പ്രൈവറ്റ് സെക്ടറോ ഏതുമാവട്ടെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചു കഴിഞ്ഞാൽ
നാം അഡ്മിഷൻ എടുക്കേണ്ട. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് വീണ്ടും പങ്കെടുക്കാം. ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യത്തില്ല. നാം ഓപ്ഷന് ഫീസ് അടച്ചു, നമുക്കൊരു അലോട്ട്മെൻറ്റിലൂടെ ഒരു ക്യാമ്പസോ കോഴ്സോ നമുക്ക് ലഭിച്ചു, നമ്മൾ മുന്നോട്ട് പോകുന്നില്ല, നാം ഫീസ് അടയ്ക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈ 2000 റുപ്പീസ് നഷ്ടമാവുകയും ചെയ്യും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നാം പങ്കെടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം എൻട്രി ചെയ്തിരിക്കുന്ന മുഴുവൻ സീറ്റുകളും കോഴ്സുകളും ആ ഓർഡറിൽ നോക്കി നമുക്ക് ഏത് ക്യാമ്പസ് ആണോ കോഴ്സാണോ ലഭിച്ചത്, ഇപ്പോൾ 1 to 100 നാം എൻട്രി ചെയ്തിട്ടുണ്ട്, പക്ഷേ 10th ക്യാമ്പസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ 10th ശേഷമുള്ള മുഴുവൻ ക്യാമ്പസുകളും കോഴ്സുകളും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവിടെ ഡിലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്യാമ്പസും അതിന് മുകളിലുള്ള 1 to 9 വരെ ആയിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മളെ കൺസിഡർ ചെയ്യാൻ അവിടെ ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് ഓപ്ഷൻസിനകത്ത് ഓർഡറുകൾ ചേഞ്ച് ചെയ്യാം, ആവശ്യമില്ലാത്ത ക്യാമ്പസുകൾ ഡിലീറ്റും ചെയ്യാം. എവിടെ? സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചതിനേക്കാൾ ബെസ്റ്റായ ഒരു ക്യാമ്പസിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ലഭിച്ച ക്യാമ്പസിനേക്കാൾ ബെസ്റ്റായ ക്യാമ്പസുകളും കോഴ്സുകളും ആയിരിക്കണം നാം 1 to നമ്മുടെ ഓർഡറിൽ ലഭിച്ചത് വരെ കിടക്കാൻ. അവിടെ നമുക്ക് മോശം ക്യാമ്പസുകളോ നമുക്ക് ആവശ്യമില്ലാത്ത ക്യാമ്പസുകളോ ആണ് മുകളിൽ ഉള്ളത് എങ്കിൽ നമുക്ക് അങ്ങോട്ടൊരു ചേഞ്ച് കിട്ടിയാൽ നാം അവിടെ പോകേണ്ടി തന്നെ വരും. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ക്യാമ്പസിനേക്കാൾ ബെസ്റ്റ് ക്യാമ്പസ് താഴെ ഉണ്ടായിരുന്നു, അത് പിന്നീട് ഒരിക്കലും നമുക്ക് ലഭിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് 1 to അൺലിമിറ്റഡ് ആയി കോഴ്സും ക്യാമ്പസും കൊടുക്കാം, പക്ഷേ ബെസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം 1 to 3 എന്നുള്ള ഓർഡറിൽ നാം എൻട്രി ചെയ്യേണ്ടത്. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ നാം വീണ്ടും മുഴുവൻ ക്യാമ്പസും കോഴ്സും എൻട്രി ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം മാത്രമാണ് എൻട്രി ഉള്ളത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊക്കെ നമുക്ക് എൻട്രി ചെയ്ത് നമുക്ക് ലഭിച്ച ക്യാമ്പസിന് മുകളിലുള്ളതിലേക്ക് മാത്രം നമ്മെ കൺസിഡർ ചെയ്യുക. ആ മുകളിലുള്ള ക്യാമ്പസുകളിൽ ഡിലീറ്റ് ചെയ്യാനോ ഓർഡർ ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് കേരള എൻട്രൻസ് കമ്മീഷണർ നമുക്ക് പെർമിഷൻ തരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം കീമിന് വേണ്ടി എഞ്ചിനീയറിങ്ങിനും ഫാർമസി കോഴ്സിനും അഡ്മിഷന് വേണ്ടി പങ്കെടുക്കുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകളുടെ ഓർഡറിൽ പ്രയോറിറ്റിയിൽ എൻട്രി ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നാം പഠിച്ചത് CBSEയോ ISEയോ സ്റ്റേറ്റ് ബോർഡോ ഏതുമാവട്ടെ, ഏത് ബോർഡിലും പഠിച്ച അതിൻ്റെ മാർക്ക് 1 എന്നുള്ള രീതിയിലും നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ സ്കോർ 1 എന്നുള്ള റേഷ്യോയിലും കൺസിഡർ ചെയ്തിട്ട് ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്കും എൻട്രൻസിൻ്റെ മാർക്കും 1:1 എന്നുള്ള റേഷ്യോയിൽ കൺസിഡർ ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കേരളത്തിൽ മുഴുവനുള്ള എഞ്ചിനീയറിങ്ങിൻ്റെ ഗവൺമെൻറ്, പ്രൈവറ്റ്, സെമി ഗവൺമെൻറ് മുഴുവൻ ക്യാമ്പസുകളുടെയും അതിൻ്റെ തന്നെ ബിടെക്കിൻ്റെയും ഫാർമസിയുടെയും സീറ്റുകൾ ഫില്ല് ചെയ്യുക. ഫാർമസിക്ക് നമുക്കറിയാം ഈ എഞ്ചിനീയറിങ്ങിൻ്റെ 2 പേപ്പറായിരുന്നു എക്സാമിനേഷൻ. അതിൽ പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷൻ എഴുതിയ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഫാർമസി കോഴ്സിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ കോഴ്സിലേക്കാണോ ക്യാമ്പസിലേക്കാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് കൃത്യമായി ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ മാത്രമല്ല, ഇതിന് തുടർന്ന് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും അവസാനമുള്ള മോപ്പപ്പ് അലോട്ട്മെൻറ്റിലും എല്ലാം കൃത്യമായി പങ്കെടുത്തുകൊണ്ട് ഏറ്റവും നല്ലൊരു ക്യാമ്പസും കോഴ്സും നമുക്ക് നേടിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇതിലൂടെ നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഗവൺമെൻറ് സീറ്റുകളാണ്, ഏറ്റവും റീസണബിൾ ഫീസുകളാണ്, ഏറ്റവും മികച്ച ക്യാമ്പസുകളാണ്. ഇനി ഈ വർഷത്തെ അലോട്ട്മെൻറ്റിലൂടെ നമുക്കൊരു നല്ല ക്യാമ്പസോ കോഴ്സോ ലഭിച്ചില്ല എന്ന് വിചാരിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന മെത്തേഡുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമിയിലെ എക്സ്പേർട്ട് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഇനി ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല ക്യാമ്പസ് ലഭിക്കുന്നില്ല, അതിനെക്കുറിച്ചും വറി ചെയ്യേണ്ട. 2025 എൻട്രൻസ് എക്സാമിനേഷൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്മുടേതാക്കി മാറ്റാം. അതിന് നാം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയുള്ള നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ ആ +1 +2 പോർഷൻസ് നല്ല ഡീറ്റെയിൽ ആയി പഠിക്കാൻ, ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയി പഠിക്കാൻ, എവാലുവേറ്റ് ചെയ്ത് പഠിക്കാൻ, നമ്മളെ തന്നെ ഇൻസ്പയർ ചെയ്ത് പഠിക്കാൻ, ഏറ്റവും നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ ഉള്ള ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കെയറോടുകൂടി പഠിക്കാൻ,
കഴിഞ്ഞ 25 ഇയേഴ്സായി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല വിജയം കൊടുക്കുന്ന ആൽഫ അക്കാഡമിയുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ, റിപ്പീറ്റർ പ്രോഗ്രാമിൽ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ കൗൺസിലിംഗ് സമയത്തോ എൻട്രൻസിന് വേണ്ടിയിട്ട് റിപ്പീറ്റർ ബാച്ചിലൂടെ പഠിക്കാനോ ഏതുമാവട്ടെ, 11th 12th പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലോങ് ടൈം ട്രെയിനിങ്ങിലൂടെ വിജയം നേടാനോ ഏത് കോഴ്സും ആവട്ടെ, ആൽഫയിലൂടെ നിങ്ങൾക്ക് വിജയം നേടാം. കാരണം സിംഗിൾ സെൻറ്ററായ ആലപ്പുഴയിലെ ക്യാമ്പസിൽ നിന്നാണ് ഇത്രയധികം വിജയം ആൽഫ അക്കാഡമി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 11th 12th പോർഷൻസ് നന്നായി പഠിക്കാനും എക്സാമിനേഷന് ഏറ്റവും നല്ല വിജയം നേടാനും ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൃത്യമായി പങ്കെടുക്കാനും ഇതിലൊക്കെ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൽഫയുടെ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാകാൻ, ഇതിലൂടെ ഏറ്റവും നല്ലൊരു ക്യാമ്പസും കോഴ്സും കരിയറും അച്ചീവ് ചെയ്തുകൊണ്ട് ലൈഫിനെ ബെസ്റ്റ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സപ്പോർട്ടുമായി ആൽഫ അക്കാഡമി എപ്പോഴും കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.